ഫ്രീക്വന്റ് ആയിട്ടുള്ള ഷുഗർ ക്രേവിംഗ്, കൂടെ എനർജി ക്രാഷസ്, അതിൻ്റെ ഒപ്പം ഹെഡേക്ക്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു കണ്ടീഷനെ നമ്മൾ ജനറലി പറയുന്ന പേരാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളത്. അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻസുലിൻ നമ്മുടെ സെൽസ് യൂസ് ചെയ്യാതിരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗറിന്റെ ലെവൽ ഭയങ്കരമായിട്ട് കൂടുകയാണ്. ഈ ഒരു സ്റ്റേറ്റ് നമുക്ക് യൂഷ്വലി കാണാൻ പറ്റുന്നത് PCOS പോലെയുള്ള ഹോർമോണൽ അബ്നോർമാലിറ്റീസിൽ, അല്ലെങ്കിൽ പുവർ ആയിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുക, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, കറക്റ്റ് സമയത്ത് ഉറങ്ങാതിരിക്കുക, തീരെ വെള്ളം കുടിക്കാതിരിക്കുക, തീരെ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാരിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കാണുന്നത്. ആൻഡ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ഷുഗറിൽ ഫ്ലക്ച്വേഷൻസ് വരും. ബ്ലഡ് ഷുഗർ കൂടുക കുറയുക എന്നുള്ളൊരു സ്റ്റേറ്റ് വരികയും അത് നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആവുകയും ആൻഡ് ഇത് മൈഗ്രെയിൻ ഉള്ള പേഷ്യൻസിന് ഒരു ട്രിഗറുമാണ്. അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ പേഷ്യൻസിന് ഇങ്ങനെയുള്ള എനർജി ക്രാഷസും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ സംശയിക്കേണ്ടതാണ്. അതിൻ്റെ ട്രീറ്റ്മെന്റ് നമ്മൾ പ്രോപ്പർ ടൈമിൽ കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളൊരു ചോദ്യം യൂഷ്വലി വരാറുണ്ട്. ഇതിന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ ഫുഡ് കഴിക്കുക, ഫുഡ് സ്കിപ്പ് ചെയ്യാതിരിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ സ്ലീപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കുക, ഒരു പ്രോപ്പർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെറിയ രീതിയിൽ എക്സസൈസ് ഫോളോ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ മൈഗ്രെയിൻ്റെ ഫ്രീക്വൻസി നമുക്ക് കുറയ്ക്കാൻ പറ്റും.